തന്നെ നമ്മൾക്ക് ഇപ്പൊ ആരോഗ്യ വിഷയമില്ല. നമ്മളെ കറാമത്ത് ഇപ്പൊ എന്താ? ഡയാലിസ് സെന്ററുകൾ ഉദ്ഘാടനം. എന്റെ പക്ക ജാഹിലെ, നാട്ടുകാർക്ക് ഡയാലിസ് സെന്റർ ഉണ്ടാക്കലല്ലടാ എന്റെ ഉത്തരവാദിത്വം. നാട്ടുകാർക്ക് ഡയാലിസ് വരാത്ത അവസ്ഥ ഉണ്ടാക്കലാണ്. ഇപ്പൊ മതരാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ നാടാകെ തുടങ്ങാണ്. എന്ത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത് നിങ്ങൾ ഒരു വട്ടം ചെയ്താൽ നിങ്ങൾ അതിനേക്കാൾ ചെയ്യേണ്ടതെന്നറിയോ? ഇതിലേക്ക് ജനം വരാതിരിക്കാനുള്ളൊരു അവസ്ഥയെ നിങ്ങൾ സൃഷ്ടിക്കണം. മറ്റേ നിങ്ങൾക്ക് ഒരു ദയാതരംഗം പിടിച്ചു പറ്റാം. മൂപ്പര് നമ്മളെ സംഘടന ഉണ്ടായതുകൊണ്ടാണ്. നമ്മളെ മാലിന്യ കമ്മിറ്റിയാണ്. ഇനിയിപ്പോൾ ഓരോ മാലിന്യ കമ്മിറ്റി എന്ത് തുടങ്ങും? എഴുതി വെച്ചോളി, 4-5 കൊല്ലത്തിനിടയിൽ എല്ലാ മാലിന്യ കമ്മിറ്റിയിലും എന്ത് വരും? മാലിന്യ കമ്മിറ്റി ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ഡയാലിസ് സെന്റർ. കാരണം അതിൽ മാത്രം ഉണ്ടല്ലോ എന്ത് ഈ സാധനം. അപ്പൊ മഹലിന്റെ കീഴിൽ തന്നെ, ക്ഷേത്രത്തിന്റെ കീഴിൽ ഡയാലിസ് സെന്റർ, ചർച്ചിന്റെ കീഴിൽ ഡയാലിസ് സെന്റർ, മഹലിന്റെ കീഴിൽ ഡയാലിസ് സെന്റർ നമ്മളെ കേരളത്തിൽ നിറയും. കിഡ്നി രോഗികളിൽ ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികളുള്ള സംസ്ഥാനം കേരളം. അതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലായില്ല. ഇപ്പൊ ക്യാൻസറിന് ഡോക്ടർ ഗംഗാധരൻ പറഞ്ഞ ഒരു അഭിപ്രായം ഞാൻ കേട്ടു. അതായത് ക്യാൻസറിന് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും 2 ശൈലിയാണ്. ബീഡി വലിച്ചത് കൊണ്ടോ കള്ളു കുടിച്ചതോ കൊണ്ടോ ഉണ്ടാകുന്ന ക്യാൻസറാണ് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ. ആമാശയ ക്യാൻസറാണ് എവിടെ കൂടുതൽ? മലബാറിലുള്ളത്. ഇപ്പൊ എന്താ പ്രശ്നം? മലബാറിൽ കള്ളു കുടിക്കില്ല, അല്ലാതെ കുടിക്കൂല. മനസ്സിലാണ്ടോ പറഞ്ഞത്? എന്തുണ്ടാവും? തീറ്റ കലാല തിന്നലല്ല നമുക്ക് ഹലാലാക്കിയിട്ടില്ലല്ലോ. ചേർക്കേണ്ടതിനെ ചേർക്കാൻ പാടുള്ളൂ, ക്വാണ്ടിറ്റിക്കപ്പുറം ഉപയോഗിക്കാൻ പാടില്ല പറഞ്ഞിട്ടില്ലേ? ഇത് ചിന്തിച്ചോളൂ നിങ്ങൾ. ഇത് തമാശ, ഇത് വളരെ പഠിക്കണം. ഇത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ജനതയാണ് മലബാറുകാർ. മലബാറുകാർ എന്ന് പറഞ്ഞാൽ എന്താ പറയണത്? മക്കയെ പോലെയാണ് ഞങ്ങൾ ജീവിക്കുന്നതാണല്ലോ. അപ്പൊ ഇത് പടച്ച തമ്പുരാന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞതിന് യാതൊരു നോട്ടവും നമുക്കില്ല. ഒരു നോട്ടവും ഇല്ല. ഒരു വിവരമുള്ളവനാണെങ്കിലോ ഒരു 1.5 മീറ്ററെങ്കിലും പള്ളം മേലെ കുന്തിയനെ മോനെ ആലിമുല്ലല്ലാമെന്ന് പറയാൻ പറ്റുള്ളൂ. അക്കോലത്തിലാണ് നടക്കണതൊക്കെ. ഇത് മോശം ഞാൻ പറയുന്നില്ല. 2 കാര്യങ്ങളാണ് ഇതിന്. മനസ്സിലായില്ല? നിങ്ങൾ വളരെ ചിന്തിക്കണം. ഈ പള്ള വലുതാകാൻ നല്ല കാര്യമല്ല.